Oh! Upshare lock. Got it. Next time. Where are you from? Myanmar? Not Philippines. You will sing Indian music? Ah. Me with my bharya. ഇതല്ലോ ഈ സാധനം കോഴിയുടെ കുടല് എന്തൊക്കെ. വെൽക്കം ടു അഫ്ഷ വ്ളോഗ്സ്. ഇറ്റ്സ് മീ ഷെർന. ഇറ്റ്സ് മീ അഫ്സൽ. നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു നോർമൽ വർക്കിംഗ് ഡേ ഈവനിങ് എങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയൊരു കുട്ടി വ്ളോഗിലൂടെ നിങ്ങളെ കാണിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. സോ ലെറ്റ്സ് ഗോ. മീ വിത്ത് മൈ ഭാര്യ. ചൂട് കുറവാ അതേ എൻ്റെ പൊന്നോ, ചൂട് ഹ്യൂമിഡിറ്റി ഭയങ്കര കേട്ടോ. ഇതാണ് നമ്മുടെ നിൽക്കുന്ന ബിൽഡിങ്. നേരെ തൊട്ടിപ്പുറത്തെ ബിൽഡിങ് ആണ് നമ്മുടെ ജിമ്മ്. ഈ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇത്ര ഒരുങ്ങി എൻ്റെ കൂടെ വരുന്നത്. ഒന്നുമില്ല, വെറുതെ വന്നിട്ട് വെളിയിൽ കൂട്ടിരിക്കാൻ വരുന്നതാണ്. സ്ട്രീറ്റ് വൈബ്. ഫിലിപ്പീൻസ് ആണ് തോന്നുന്നുണ്ടോ. വേർ ഫ്രം? മ്യാൻമാർ? Seriously? I thought you guys are from Philippines or not Philippines? You will sing Indian music? No. Myanmar. Myanmar? Ah. Indikare? Oh no. Oh. പിണ്ടാതെ അവിടെ വന്ന് കൂട്ടിരിക്കുക. നീ ജിമ്മിന് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാനല്ലോ, കൂട്ടിരിക്കാനല്ലേ. ഇതൊക്കെ അറിഞ്ഞാൽ മതി. റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാന്ന് പറഞ്ഞു. സോഫ ഉണ്ട്. കുഴപ്പമില്ല, വന്നോ. വാടി. ടാറ്റ, നാളെ കാണാം. ഇത് നമ്മുടെ ജിമ്മാണ്. 2 hours later. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പോവാം. ചിക്ക് 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 ആണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നോ? ഇത് കഴിക്കാൻ പോവാണ്. എന്താ എനിക്ക് മേടിച്ചിരുന്നത്? നിനക്കോ? പിന്നെ ഞാനിന്ന് കൊണ്ടുപോകുന്ന ഒരു വെറൈറ്റി കടയിലായിരിക്കും. പൊട്ട കടയിലൊന്നും കഴിച്ചിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള നല്ല ആ പിന്നെ വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. നമ്മുടെ ഈ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഏകദേശം ഒരു മഴ തുപ്പിയതടിയാണ്. എടി ഇത് ട്രൈ ചെയ്തല്ലോ. ലിസാന് കോഴിയുടെ കുടല്, ചിക്കൻ്റെ സ്കിന്ന്, കാടമുട്ട. ഓ യു ആർ കറക്റ്റ്. അല്ല ഇതല്ല. ലാസ്റ്റ് വി ഫൗണ്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു അറൂസ് ഡമാസ്കസ് ഫ്രൈഗ. ഓ നല്ല ലൈവ് ഫിഷ് ഉണ്ട്. മങ്കുശയോ? അതൊന്ന് മങ്കുശാന്ന് കാണിച്ചത്. എവിടെ മങ്കുശ? അടി കറക്റ്റാണ്. എനിക്ക് ഇവിടുത്തെ ഇഷ്ടം ചാർക്കോളാണ്. ചാർക്കോൾ അടിപൊളി രസമാണ്. ഇവിടെ ഒന്നിനും സ്പൈസി ഇല്ല. സ്പൈസി ഇവർ എക്സ്ട്രാ സ്പൈസി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പൈസി ആയിട്ട് ഇരുന്നത് ചെറിയ എരിവാണ്. നമുക്കത് കഴിച്ചാൽ നമ്മളെ നോർമൽ സ്പൈസി ഉണ്ടല്ലോ. റോസ് ഡമാസ്കസിൽ വരുമ്പോൾ നീ ഒരു പിടി മുളക് പൊടി പോക്കറ്റ് ഇട്ടുണ്ട് നാളെ വന്നാൽ മതി. ഇവിടെ കറിക്കത് മുളക് പൊടിയില്ല. ഓർഡർ ഇഷ്ടമാണ്. ഓക്കെ. ഇവിടുത്തെ ഒരു അറബിക് ബ്രെഡ് കിട്ടും. പൊള്ളി. അതിങ്ങനെ കീറും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുക വരും. പച്ചക്കറിത്തോട്ടം പോലെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചേ? വെള്ളരിക്ക, ഇതുണ്ടോ ഇവിടുത്തെ ഷുവാതാ ബ്രെഡ്. ഈ ആവി പോയില്ല. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്. ഭയങ്കര രസമാണ്. ഫോർക്കും കത്തിയൊക്കെ ഉണ്ട്. നമ്മളെടുക്കൂല, നമ്മൾ മലയാളികളാണ്. വി ആർ മലയാളി. തക്കാളിയിൽ കുളിച്ച് ഇങ്ങനെ ചെറിയൊരു കഷ്ണം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിയും. ഇങ്ങനെ പിടിക്കുന്നു. പച്ചക്കറിത്തോട്ടമാണ് ഗൈസ്. ഞാൻ മൊത്തം വേണം തിന്നും. ഒരു പരാതി. എനിക്ക് ഇഷ്ടം. ഇത് നമുക്കുള്ളതാണല്ലേ. നമ്മുടെ ഒരു മീറ്റ് വെച്ചിട്ടൊരു സാധനം സ്പൈസി വേണമെന്ന് പറഞ്ഞിട്ടേ അവർ മോർ സ്പൈസി ഇട്ടാണ്.
എനിക്ക് അറൂസിൽ ആദ്യമായിട്ടാണ് അവർ ഇത്ര മുളക് പൊടി ബിഗ് ഫുഡൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എടി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയാണ്. ഒരു ഒത്തന്റിക് അറബിക് ഫുഡ്. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ അറബിക് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എല്ലാം നമ്മുടെ ഒരു ടേസ്റ്റും ഇത് ഇന്ത്യൻ അറബിക് ഫ്യൂഷനാണ്. പക്ഷെ ഇത് കറക്റ്റ് അറബിക് അറബിക് നമ്മുടെ ഒരു മസാലയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ ഒരു കഴിച്ച ടേസ്റ്റ് അല്ല. അതെ അതെ. നമ്മുടെ പോലത്തെ ഉണങ്ങിയ പൂച്ചയൊന്നുമല്ല ഇവിടെ പൂച്ച. ഇവിടെ ഉള്ള നല്ല അറബി പൂച്ചയാണ്. അറബി പൂച്ചയോ? പടച്ചോനെ, കണ്ടില്ലേ അതിന്റെ ഇല്ലേ അതിന്റെ ഒരു ഇൽമ. ആമിന വേണം ഐസ്ക്രീം വേണം. ഈ ഒരു 1:30 എല്ലാവരും പോയി കിടന്നുറങ്ങില്ല. പക്ഷെ അല്ല, ഇതാണ് റിഗല്ലേ? എപ്പോ വന്നാലും ഇതേ പോട്ട് ഒരു 10 സൈക്കിൾ റൈഡേഴ്സ്. എനിക്കൊരു കുപ്പി വാങ്ങണം. ഞാൻ കുടിക്കാൻ ഒരു കുപ്പി എടുക്കാൻ പറഞ്ഞപ്പോഴേ ഒരുത്തി പോയിട്ട് 5 ലിറ്ററിൻ്റെ ഇതെടുക്കാം. പെൻസിലും ഇതൊക്കെ കാണുമ്പോൾ പണ്ട് വാപ്പച്ചൻ മേടിച്ചാണ്ട് ഓർമ്മയായിരുന്നു ഇങ്ങനത്തെ ഒക്കെ മേടിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി വാപ്പച്ചെല്ലാം 120 ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ ജിമ്മൻ അബ്ദുവിനെ കണ്ടുമുട്ടി. ഇത് ഞങ്ങളുടെ ജിമ്മ സുഹൃത്താണ് അബ്ദു ആണ് ഗൈസ്. ഇനി ഞങ്ങൾ ഇതേപോലെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.